നമസ്കാരം. ഇത് രാജീവാണ്, അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന്. അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെൻ്ററാണ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണുള്ളത്. CS എക്സിക്യൂട്ടീവിന് ഓഫ്ലൈൻ ഗുരുകുലം ക്ലാസ്സുകളും CS എക്സിക്യൂട്ടീവിനും CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിനും പ്രൊഫഷണലിനും ഓൺലൈൻ ക്ലാസ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. ഓഫ്ലൈൻ ക്ലാസ്സിന് ലിമിറ്റഡ് സീറ്റ്സ് ആണുള്ളത്. ഇവിടെ കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രമാണ് പഠിപ്പിക്കുന്നത്, വേറൊരു കോഴ്സും പഠിപ്പിക്കുന്നില്ല. സോ ഡെഡിക്കേറ്റഡ് ആയിട്ട് കമ്പനി സെക്രട്ടറി കോഴ്സ് കഴിഞ്ഞ 12 വർഷമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇന്ത്യയിൽ റാങ്ക് ഹോൾഡേഴ്സിനടക്കം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗുരുകുലമാണ് അർത്ത CS. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം CS എക്സിക്യൂട്ടീവിൻ്റെ ഡിസംബർ 2024 പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഡിസംബർ 21 പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ പരീക്ഷ എഴുതാൻ പോകുന്നൊരു കുട്ടി ഡെഫിനറ്റായിട്ടും ഈ വീഡിയോ മുഴുവനുമായിട്ടും കാണണം. ഇത് മുഴുവനുമായിട്ടും കണ്ടാൽ നിങ്ങൾക്ക് അബദ്ധങ്ങൾ പറ്റാനുള്ള അല്ലെങ്കിൽ തെറ്റുകൾ പറ്റാനുള്ള സാധ്യതകൾ കുറവാണ്. CS എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ CS പ്രൊഫഷണൽ എക്സാംസ് 2024 ജനുവരി 21 സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് നേരിട്ട് വരും. ഇതുവരെ അത് അനൗൺസ് ചെയ്തിട്ടില്ല. അത് അപ്രോക്സിമേറ്റ്ലി ഇന്നോ നാളെയോ ആയിട്ട് അത് അനൗൺസ് ചെയ്യും. നമ്മുടെ ഹാൾ ടിക്കറ്റ് അനൗൺസ് ചെയ്താൽ ഹാൾ ടിക്കറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കണം. ആദ്യത്തെ 2 ഷീറ്റെങ്കിലും, അതായത് സാധാരണ ഒരു ഷീറ്റിൽ അവസാനിക്കാറുണ്ട്, പക്ഷേ 2 ഷീറ്റെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് അതിൻ്റെ ടൈം ടേബിളും കൂടി വെച്ചിട്ടുള്ള ഷീറ്റ് നിങ്ങൾ പ്രിൻ്റ് എടുക്കണം. ഈ 2 ഷീറ്റും പ്രിൻ്റ് എടുക്കണം. താഴെയുള്ള ഭാഗങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വായിക്കേണ്ടതാണ്. ഇത് പ്രിൻ്റ് എടുക്കുമ്പോൾ സമയത്ത് നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചറൊക്കെ കറക്റ്റായിട്ട് ഹാൾ ടിക്കറ്റിൽ അതുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്മാഷ് പോർട്ടലിൽ കംപ്ലയിൻറ്റ് വഴി കോൺടാക്റ്റ് ചെയ്യണം. അപ്പോൾ പ്രിൻ്റ് എടുക്കുമ്പോൾ എത്ര പ്രിൻ്റ് എടുക്കണം, കളർ പ്രിൻ്റ് എടുക്കണോ, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. കളർ പ്രിൻ്റ് വേണം എന്ന് ഞാൻ പറയില്ല, പക്ഷേ മൾട്ടിപ്പിൾ പ്രിൻ്റ് 2-3 കോപ്പി എടുത്ത് വെക്കുന്നതായിരിക്കും സേഫ്. കാരണം അഥവാ നമ്മൾ ഒരു കോപ്പി നമ്മളിൽ നിന്ന് മിസ്സായി പോയാൽ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വെച്ച് മറന്നു പോയാൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് രണ്ടാമത്തെ കോപ്പി അടുത്ത പ്രിൻ്റ് എടുക്കാൻ വേണ്ടി ഓടേണ്ട, എല്ലാവരുടെ വീട്ടിലും പ്രിൻ്റർ ഉണ്ടാവില്ല, പ്രിൻ്ററിന് വേണ്ടി ഓടേണ്ട കാര്യം വരില്ല. അതുപോലെ തന്നെ നിങ്ങൾ മൾട്ടിപ്പിൾ സ്ഥലത്ത് ഇത് സൂക്ഷിക്കുക. നിങ്ങളുടെ ബാഗിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ഹാൾ ടിക്കറ്റൊക്കെ വെക്കുന്ന ഒരു ട്രാൻസ്പെറൻറ്റ് ബാഗ് ഉണ്ടാവും. ആ ട്രാൻസ്പെറൻറ്റ് കവറിൽ നിങ്ങളിത് വെക്കണം. ഈ ട്രാൻസ്പെറൻറ്റ് കവർ എവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ച് നിങ്ങൾ വാങ്ങണം. ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ച്, അതിലെന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ഞാൻ പറയാം. നിങ്ങൾ ഏത് കളർ പെന്നാണ്, നീലയാണ് അഡ്വൈസബിൾ ആയിട്ടുള്ള കളറ്. ബ്ലൂ കളർ ഇങ്കാണ് അവർ ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നത്. അത് ബോൾ പോയിൻറ്റ് പെന്നേ ഉപയോഗിക്കാവൂ. നിങ്ങളത് ഉപയോഗിച്ച് എഴുതുന്ന സമയത്ത് മിനിമം 4 പെന്നെങ്കിലും നിങ്ങളുടെ കവറിലുണ്ടായിരിക്കണം. നിങ്ങൾ ഏത് പെന്നാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് 4 എണ്ണമെങ്കിലും. പരീക്ഷ എഴുതുന്ന സമയത്ത് ഒരു പെൻ എഴുതൽ നിൽക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ രണ്ടാമത്തെ പെൻ നിലത്ത് വീണ് കേടുവരാനുള്ള സാധ്യതയൊക്കെ ഭയങ്കര കൂടുതലാണ്. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് അപ്പോൾ ടെൻഷനായി അപ്പുറത്തുള്ള ആൾ ചോദിക്കാനും അതിന് വേണ്ടി 5 മിനിറ്റ് കളയാനും നമ്മുടെ അടുത്ത് സമയമില്ല. അപ്പോൾ 4 പെന്ന് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ഒരു പെൻസിൽ അത് ഷാർപ്പൺ ചെയ്ത് വെച്ചിരിക്കണം, ഷാർപ്പണർ അതിലുണ്ടായിരിക്കണം. ഒരു ഇറേസർ ഉണ്ടായിരിക്കണം. 4 പെന്ന്, ഒരു പെൻസിൽ, ഒരു ഷാർപ്പണർ, പിന്നെ ഒരു 15 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്കെയിൽ നിങ്ങളുടെ അടുത്തുണ്ടായിരിക്കണം. സ്കെയിലൊന്നും നമുക്ക് അവിടെ പോയിട്ട് ആൾക്കാരോട് ചോദിക്കാൻ പറ്റത്തില്ല, സ്കെയിൽ ഉണ്ടായിരിക്കണം. ദെൻ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ഐഡൻറ്റിറ്റി കാർഡ് നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതായത് സ്മാഷ് പോർട്ടലിൽ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റിൻ്റെ ഏരിയയിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് യുവർ സ്റ്റുഡൻറ്റ് ഐഡൻറ്റിറ്റി കാർഡ് എന്നൊരു ഓപ്ഷനുണ്ട്. അത് പ്രിൻറ്റ് ചെയ്ത് വെക്കണം. അത് പ്രിൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ പോസിറ്റീവ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കമ്പനി സെക്രട്ടറിയോട് അതൊന്ന് അറ്റസ്റ്റ് ചെയ്ത് വാങ്ങി വെച്ചേക്കണം. അത് നിർബന്ധമാണ്. കാരണം ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഈ സ്റ്റുഡൻറ്റ് ഐഡൻറ്റിറ്റി കാർഡും ഹാൾ ടിക്കറ്റും ഓരോ കോപ്പി നിങ്ങൾ ഈ പൗച്ചിൽ വെക്കണം. പിന്നെ നിങ്ങൾ കൊണ്ടുപോകുന്ന ബാഗിലും ഓരോ കോപ്പി വെച്ചേക്കണം, ഒരു കോപ്പി വീട്ടിലും വെച്ചേക്കണം. അപ്പോൾ 3 കോപ്പിയെങ്കിലും നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണം. അഥവാ നിങ്ങൾ ബാഗ് എടുക്കുന്ന സമയത്ത് വേറൊരു ബാഗ് കൊണ്ടുപോകാൻ, നിങ്ങൾക്ക് വ്യത്യസ്തമായ ബാഗ് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഇന്നൊരു പച്ച ബാഗ് നാളെ മഞ്ഞ ബാഗൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ ബാഗ് മിസ്സായാലും പൗച്ചിൽ അതുണ്ടായിരിക്കും. ഇനി കഷ്ടകാലത്തിന് പൗച്ച് മിസ്സായാലും ബാഗിൽ അതുണ്ടായിരിക്കും.
ഐ മെയ്ഡ് മൈ പോയിന്റ് വെരി ക്ലിയർ. ഹാൾ ടിക്കറ്റിൻ്റെ മിനിമം 3 കോപ്പി, സ്റ്റുഡൻറ്റ് ഐഡൻറ്റിറ്റി കാർഡിൻ്റെ മിനിമം 3 കോപ്പി. കാരണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അതായത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് 10 മണിയുടെ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ 9:30 പരീക്ഷയ്ക്ക് 9 മണിക്ക് എത്തിയിട്ട് സാർ ഹാൾ ടിക്കറ്റ് കാണാനില്ല എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ. ആ സമയത്ത് അടുത്തുള്ള ഇൻ്റർനെറ്റ് കഫേകൾ തുറക്കണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലം അറിയണമെന്നില്ല. നിങ്ങളുടെ വീടിൻ്റെ അടുത്തല്ലല്ലോ എക്സാമിനേഷൻ നടക്കുന്നത്, അപ്പോൾ അത് അറിയണമെന്നില്ല. ആ സമയത്തുണ്ടാകുന്ന ടെൻഷനിൽ പഠിച്ചതിൻ്റെ ഒരു 10-20% പോലും നമ്മൾ മറന്നുപോയേക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങളൊരു ട്രാൻസ്പെറൻറ്റ് പൗച്ച്, ഒരു 25, 50, 100 രൂപയാവട്ടെ, ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ച് വാങ്ങുക. അതിൽ ഈ പറഞ്ഞ സാധനങ്ങൾ ഉണ്ടായിരിക്കണം നിർബന്ധമായിട്ടും. എന്തിനാണ് ട്രാൻസ്പെറൻറ്റ് പൗച്ച് ഉപയോഗിക്കാൻ സമ്മതിക്കുള്ളൂ? എക്സാമിനർക്ക് തോന്നുകയാണ് നിങ്ങൾ അതിനുള്ള വേറെ വല്ല പേപ്പർ ഉണ്ടോ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അയാൾ അനാവശ്യമായിട്ട് അത് ചുരക്കാൻ പറയും, നോക്കണം എന്ന് പറയും. ഇതൊക്കെ എന്തിനാണ് വെറുതെ ഒരു അനാവശ്യ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നത്? ചെയ്യരുത്. ഒന്ന്. അപ്പം പിന്നെ രണ്ടാമത് നിങ്ങൾക്ക് വേണ്ടത് ഒരു ബോട്ടിൽ വെള്ളമാണ്. നോക്കൂ, ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷ. ഡിസംബറിലെ പരീക്ഷ ഉച്ചയ്ക്ക് ശേഷമാണ്. രാവിലെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകാം, ഉച്ചയ്ക്കും ചിലപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകാം. ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഉറക്കം വരും. 1. 2, നല്ലോണം ദാഹം വരും. ഇത് രണ്ടിനും നമുക്ക് വേണ്ടത് വെള്ളമാണ്. അപ്പോൾ അപ്പുറത്ത് ആരെങ്കിലും വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ വാങ്ങി കുടിക്കാം. ചില മടിയന്മാരുണ്ട്. അപ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെ ഞാൻ കാണാറുണ്ട് പലരും ഈ മറ്റുള്ളവരുടെ വെള്ളം കൊണ്ടുവരുമെന്ന് വിചാരിച്ച് വെള്ളം കൊണ്ടുവരാതിരിക്കുന്ന ആൾക്കാർ. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്ററിൽ കിട്ടില്ല. നിങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത് അപ്പുറത്ത് ആ കുപ്പിയുള്ളത് തരുമോ, ഈ കുപ്പിയുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ആ എക്സാമിനർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അനാവശ്യമായിട്ട് നമ്മളൊരു പ്രൊഫഷണലാണ്. വി ഷുഡ് നോട്ട് ടേക്ക് ചാൻസസ്, അൺനെസസറി ആയിട്ടുള്ള ചാൻസസ് എടുക്കാൻ പാടില്ല. സോ ഒരു ബോട്ടിൽ വെള്ളം, 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ വെള്ളം നിങ്ങളുടെ കയ്യിൽ, ട്രാൻസ്പെറൻറ്റ് ബോട്ടിലിൽ വെള്ളം ഉണ്ടായിരിക്കണം. അപ്പോൾ വെള്ളം വേണം, ഒരു പൗച്ച് വേണം. പിന്നെ മൂന്നാമത് വേണ്ടത് ഒരു അനലോഗ് വാച്ചാണ്. ഇങ്ങനെ ഒരു വാച്ച്, ഈ വാച്ച് എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ഒരു അനലോഗ് വാച്ച്, സൊണാറ്റയുടെയോ ടൈറ്റൻ്റെയോ HMD, ഇവരൊന്നും മാർക്കറ്റ് ചെയ്യല്ല ഞാൻ. വാട്ട് ഐ എം ടെല്ലിങ് ഈസ് ലൈക്ക് ഇലക്ട്രോണിക് വാച്ചുകൾ അല്ലെങ്കിൽ സ്മാർട്ട് വാച്ചുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഐ റിപ്പീറ്റ്, ഇലക്ട്രോണിക് വാച്ചുകൾ അല്ലെങ്കിൽ സ്മാർട്ട് വാച്ചുകൾ ഉപയോഗിക്കാൻ പാടില്ല. സാർ ഇത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സമയത്ത് അവർക്ക് സംശയം തോന്നി നിങ്ങളെ പിടിച്ചാൽ നിങ്ങൾ പരീക്ഷയിൽ ഡീബാർ ചെയ്യാനുള്ള സാധ്യത കിടക്കുന്നുണ്ട്. അതിന് അധികാരം അവർക്കുണ്ട്. സോ ഡോണ്ട് ബി ഓവർ സ്മാർട്ട്. സ്മാർട്ട് വാച്ച് എടുക്കാതിരിക്കുക. നമ്മുടെ ഇപ്പോഴത്തെ ഇലക്ട്രോണിക് വാച്ചുകൾ ഇപ്പോൾ ധാരാളം വരുന്നുണ്ട്, അത് എടുക്കാതിരിക്കുക. ഡിജിറ്റൊക്കെയുള്ള വാച്ചുകൾ എടുക്കാതിരിക്കുക. ഒരു അനലോഗ് വാച്ച്, സാധാരണ ഒരു വാച്ച് കയ്യിലുണ്ടായിരിക്കണം. വാച്ച് നിർബന്ധമാണ്. ഒരു പരീക്ഷ, ഒരു എക്സാമിനേഷൻ, ഒരു ഉത്തരം എത്ര സമയം കൊണ്ട് എഴുതണം എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ, അത്ര സമയത്തേക്കാൾ കൂടുതൽ എടുത്തു എന്നറിയണമെങ്കിൽ, ഇനി എത്ര സമയമുണ്ടെന്ന് അറിയണമെങ്കിൽ അവിടെ പരീക്ഷാ ഹാളിൽ ക്ലോക്ക് ഉണ്ടാകണം എന്ന് ഗ്യാരണ്ടി ഒന്നുമില്ല. സോ യു ഷുഡ് ഹാവ് എ വാച്ച്. അപ്പോൾ ഒരു വാച്ച് ഉണ്ടായിരിക്കണം. ക്ലിയർ? അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം വല്ല ആവശ്യമുള്ള മരുന്നുകളുണ്ടെങ്കിൽ ആ മരുന്നുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ട്രാൻസ്പെറൻറ്റ് പൗച്ചിൽ വയ്ക്കാം. ചോദിക്കുകയാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം. നാലാമത്തെ കാര്യം എന്താ പറഞ്ഞത്? നാലാമത്തെ കാര്യം ഒരു 12 ഡിജിറ്റ് കാൽക്കുലേറ്റർ. സാർ കമ്പനിയിലൂടെ എക്സാമിനേഷന് കാൽക്കുലേറ്റർ വേണ്ടല്ലോ അല്ലേ? JAJൻ്റെ പേപ്പറിന് ഇത് വേണ്ടല്ലോ അല്ലേ? അല്ലെങ്കിൽ ESGയുടെ പേപ്പറിന് അല്ലെങ്കിൽ CSRൻ്റെ പേപ്പറിന് ഇങ്ങനത്തെ ചോദ്യങ്ങളോടൊന്നും വരരുത്. പരീക്ഷയിൽ നിങ്ങൾ നിർബന്ധമായും ഒരു 12 ഡിജിറ്റ് കാൽക്കുലേറ്റർ കൊണ്ടുപോകാം. കമ്പനിയിൽ പ്രോബ്ലം പേപ്പർ ചോദിക്കില്ല എന്നോ, JIJയിൽ പ്രോബ്ലം ചോദിക്കില്ല എന്നോ, ESGയിലെ കണക്ക് കൂട്ടേണ്ട ആവശ്യം വരില്ല എന്നൊന്നും ഇല്ല ഇതിന്. യു മസ്റ്റ് ഹാവ് എ കാൽക്കുലേറ്റർ. 12 ഡിജിറ്റിൻ്റെ ഒരു സാധാരണ 200-250 രൂപയേ ഉള്ളൂ ഇതിന് വില. ഒരു കാൽക്കുലേറ്റർ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഭയങ്കര ഇറുകിയ ഷർട്ടുകൾ, പാൻറ്റുകൾ ഇടാതിരിക്കുക. കാരണം അത് നിങ്ങൾക്ക് ഭയങ്കര സഫോക്കേഷൻ ഫീൽ ചെയ്യും. ഫാന് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഭയങ്കര ചൂടുണ്ടായിരിക്കും. ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഉപയോഗിച്ച് പരീക്ഷയ്ക്ക് പോവുക. പരീക്ഷാ ഹാളിൽ സമയത്തിൻ്റെ മുമ്പ് 1 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ ആദ്യത്തെ ദിവസം നിർബന്ധമായും 1 മണിക്കൂർ മുമ്പ് നിങ്ങൾ അവിടെ എത്തണം. കാരണം നിങ്ങൾക്ക് ആ സ്ഥലം അറിയില്ലായിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ വരുന്ന സമയത്ത് നിങ്ങൾ ബസ്സിലായിരിക്കും വരിക, ബസ് ചിലപ്പോൾ എവിടെ കേട് വന്നിരിക്കാം. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. അനാവശ്യ ടെൻഷനെ എടുക്കരുത്. 1 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ അവിടെ എത്തിയിരിക്കണം പരീക്ഷാ ഹാളിൻ്റെ അവിടെ. അതിനുശേഷം കറക്റ്റായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും നിങ്ങളുടെ എവിടെയാണ് നമ്പർ, ഏതാണ് ഹാള്, അത് കറക്റ്റായിട്ട് നോക്കുക, അത് മനസ്സിലാക്കുക. അതിനുശേഷം പരീക്ഷയ്ക്ക് പോവുക. അപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിനോടൊപ്പം ഭക്ഷണത്തിലും എനിക്ക് നിർബന്ധമായിട്ട് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉച്ചയ്ക്ക് അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കരുത്. വയറ് നിറച്ച് കഴിക്കരുത്. വയറ് നിറച്ച് കഴിച്ചാൽ എത്ര ഉറങ്ങാത്തവനാണെങ്കിലും ഉച്ചയ്ക്ക് ഒരു സമയം കിട്ടി ഫാനിൻ്റെ അടിയിൽ ഇരിക്കാനും കൂടി പറ്റിക്കഴിഞ്ഞാൽ ഉറങ്ങിപ്പോവും. നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യില്ല.
നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈറ്റ് ഫുഡ് രാവിലെ നിങ്ങൾ ഭക്ഷണം കഴിക്കൂ, ഉച്ചയ്ക്ക് നിങ്ങൾ ലൈറ്റ് ഫുഡ് കഴിക്കൂ, ജ്യൂസ് അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള ഫുഡ്, അതായത് ഭയങ്കര ഓയിലി അല്ലാത്ത ഫുഡ് കഴിക്കും. അങ്ങനത്തെ ഫുഡ് വേണം കഴിക്കാം. കഞ്ഞിയൊക്കെ കഴിക്കാം. കഞ്ഞി എന്നൊക്കെ പറയുമ്പോൾ സാറെന്താ കഞ്ഞി വർത്താനം പറയണമെന്നൊന്നും പറയരുത്. കഞ്ഞി കഴിക്കാം, അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാം. സോ ദാറ്റ് നിങ്ങൾക്ക് എന്താണ് ഡീഹൈഡ്രേഷൻ ഉണ്ടാവില്ല, ടെൻഷൻ ഉണ്ടാവില്ല, സ്ട്രെസ് ഉണ്ടാവില്ല, ഗ്യാസ്ട്രിക് ആവില്ല. മനസ്സിലുണ്ടാവും. ഇതൊക്കെ ഭയങ്കര അപകടമാണ്. അപ്പോൾ ഇതൊന്നുമുണ്ട്. ഉച്ചയ്ക്ക് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം വരുമ്പോൾ നിങ്ങൾ ബിരിയാണിയോ കുഴിമന്തിയോ എന്ത് വേണമെങ്കിലും കഴിച്ചു. ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. ബട്ട് പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് യു ഷുഡ് ബി വെരി കെയർഫുൾ. സോ നല്ല ഈ ഫുഡിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക, അസുഖങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം പരീക്ഷയ്ക്ക് പോകുമ്പോൾ. കാരണം ഞാൻ നിങ്ങളൊരു കമ്പനി സെക്രട്ടറി ആകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഐ വാണ്ട് ടു സീ യു ആസ് എ കമ്പനി സെക്രട്ടറി. ഇനി ഇതിൽ ഏതെങ്കിലും പേപ്പറിൽ നിങ്ങൾക്ക് ഇപ്പോൾ സപ്പോർട്ട് ലാസ്റ്റ് മിനിറ്റ് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ അർത്ഥാ CS-ൻ്റെ കമ്പനി സെക്രട്ടറി ലേണിംഗ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ എല്ലാത്തിൻ്റെയും നമ്മൾ റിവിഷൻ വീഡിയോസിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് റിവിഷൻ വീഡിയോസ് കാണാം. എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾ പറയണം. എല്ലാ കോമൺ മെറ്റീരിയലും നമ്മുടെ CS ലേണിംഗ് എന്ന് പറയുന്ന കമ്പനി സെക്രട്ടറി ലേണിംഗ് എന്ന് പറയുന്ന നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഫോക്കസ് ഷീറ്റുകൾ ലാസ്റ്റ് വീക്കിൽ പഠിക്കേണ്ട ടോപ്പിക്കുകളടക്കം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ വീഡിയോ ഇതുവരെ കണ്ടതിന് താങ്ക് യു വെരി മച്ച്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളൂ. സംശയങ്ങൾ കമൻ്റായിട്ട് എന്നോട് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം. ഇത് നിങ്ങളുടെ കൂട്ടുകാർ ചിലപ്പോൾ ഈ വീഡിയോ കാണണമെന്നില്ല. അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അവർക്ക് ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ വരേക്കും. This is Rajiv signing off. Thank you.